വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ പണ്ഡിതന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് രക്ഷിതാക്കളുണ്ട്. അവർ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഇത്തരത്തിൽ പണ്ഡിതന്മാരുടെ അരികിലേക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി തന്റെ മക്കളെ പറഞ്ഞയക്കുന്നത്. അവർക്ക് ദീന് പഠിപ്പിക്കേണ്ട പണ്ഡിതന്മാർ തന്നെ ഇത്തരത്തിൽ തോന്നിയവാസങ്ങളും നെറികേടുകളും കാണിച്ചാൽ തീർച്ചയായും അതിന് അനുകൂലിക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ ഒറ്റപ്പെട്ടതല്ല, ഒന്നോ രണ്ടോ മൂന്നോ നാലോ സംഭവങ്ങളല്ല, എത്രയെത്ര വാർത്തകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾക്കെതിരെ ശക്തമായി സമൂഹം പ്രതികരിച്ചേ മതിയാകൂ. പ്രതികരിക്കുക മാത്രമല്ല, ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്കെതിരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ടതും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അങ്ങനെ ഇടപെടലുകൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ ഇല്ലായ്മ ചെയ്യാനും പൂർണ്ണമായി തടയാനും കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഹാരിസ് മദനി മതം ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മതം ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് ഏതർത്ഥത്തിലാണ് ഞാൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മനസ്സിലാക്കലിലേക്ക് എത്തിയത് എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആമുഖമായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കേണ്ടത്. ഒന്ന്, ശബ്ദത്തിന് ചില ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രശ്നമാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആമുഖമായിട്ട് എന്തെങ്കിലും ഇടയ്ക്ക് ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പൊതുവെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം സ്ഥാനത്ത് വരുമ്പോൾ ആവേശത്തോടു കൂടി തുള്ളിച്ചാടി മോശം കമൻറ്റുകളിട്ട് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി വെളിച്ചെണ്ണ കുപ്പിയുടെ ചിത്രം വെച്ച് മദ്രസ പീഡനത്തെ പരിഹസിക്കുന്ന ആ ഒരു നിലവാരത്തിലുള്ള ചർച്ചകൾ എടുക്കാറില്ല. അത് നമ്മൾ ചെയ്യാറില്ല, നമ്മുടെ രീതിയല്ല. ഇവിടെ വളരെ കൃത്യമായ ഒരു സാമൂഹ്യ വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസകളും മതപാഠശാലകളും കേന്ദ്രീകരിച്ച് കുട്ടികൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള, ലൈംഗിക ചൂഷണങ്ങൾ മാത്രമല്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള മറ്റു പീഡനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതും ഒരു സാമൂഹ്യ വിഷയം എന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും ആദ്യമേ പറയാം. ഹാരിസ് മദനി ഇന്നലെ സംസാരിച്ച വിഷയത്തിൽ അതിൻ്റെ ആദ്യത്തെ ഒരു 7 മിനിറ്റ് വളരെ കൃത്യമായ കണിശമായ ചില തിരിച്ചറിവുകൾ, ഇനിയും നമ്മളിത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന ഗതികേട് കൊണ്ട് തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗതികേട് കൊണ്ട് വെളിവ് വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഗതികേട് കൊണ്ട് വെളിവ് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതിനോടുള്ള പ്രതികരണത്തിലൂടെയാണ് നമ്മൾ മദ്രസ പീഡനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു വാർത്തയുടെയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോലാഹലങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ നിലപാട്, മദ്രസ പീഡനങ്ങൾ അല്ലെങ്കിൽ മദ്രസയിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അത് മതത്തിൽ അനുവദനീയമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടു. അത് മുസ്ലിം ആയതുകൊണ്ടാണ്, ഇസ്ലാമിൽ അതൊക്കെ ഹലാലാണ് എന്ന തരത്തിൽ, അത് ഒരു പരിഹാസത്തിൻ്റെ രീതിയിലാണെങ്കിലും അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടു. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇസ്ലാമിനെ ഈ മദ്രസകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ, അവർ നേരിടുന്ന ലൈംഗിക ചൂഷണത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം കുറ്റക്കാരല്ല, അല്ലെങ്കിൽ ഇസ്ലാം അല്ല അതിലെ പ്രതി ഇവിടുത്തെ മുസ്ലിം സമുദായമാണ് എന്നതാണ്. ഞാൻ സാധാരണഗതിയിൽ മതത്തെയാണ് വിമർശിക്കാറുള്ളത്, പക്ഷേ ഈ വിഷയത്തിൽ കുറ്റം അല്ലെങ്കിൽ പ്രതി മതസമുദായമാണ് എന്നാണ് പറയുന്നത്. അതിൽ മതം പ്രതിയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ, വിശദീകരണങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നം എന്ന രീതിയിൽ മതവുമായി ബന്ധപ്പെട്ട് മതത്തിൻ്റെ അനുമതിയില്ലാതെ തന്നെയാണെങ്കിലും, മതത്തിൽ അനുവദനീയമല്ലാതിരുന്നിട്ട് പോലും ഒരു മതസമൂഹത്തിൽ മതം മാത്രമാണ് ധാർമ്മികത പഠിപ്പിക്കുന്നതെന്ന് അവകാശപ്പെടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാർ പഠിപ്പിക്കുന്ന മദ്രസകളിൽ അവരുടെ തന്നെ വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ ആ മതം പഠിക്കാൻ വരുന്ന, ആ ധർമ്മം പഠിക്കാൻ വരുന്ന മതപാഠശാലകളിൽ പീഡനത്തിനിരയാക്കുന്നു എന്ന് പറയുന്നതിന് വലിയ വ്യാപ്തിയുണ്ട്. അത് ആ മതത്തിൻ്റെ അവകാശവാദങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ആശയപരമായിട്ട് ആ മതം തകർന്നില്ലാതായി പോകുന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ തെളിവാണ് ഹാരിസ് മദനിയുടെ ഏറ്റുപറച്ചിലുകളും ഹാരിസ് മദനി അതിന് നിർദ്ദേശിക്കുന്ന ചില പരിഹാരങ്ങളും. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഹാരിസ് മദനി മതം കൈവിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ പ്രശ്നത്തിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികൾ, ആ കുട്ടികൾ നമ്മുടെ നാട്ടിലുള്ള നിയമത്തിൻ്റെ പരിരക്ഷ പോലും ലഭിക്കാതെ ചൂഷണത്തിനിരയാക്കുന്നു എന്നുള്ളതാണ്. ഈ മതം അല്ലെങ്കിൽ ഈ മതപാഠശാലകൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നിയമപരമായിട്ട് അവിടെ പാലിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും അതിനുവേണ്ട സാഹചര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതും ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിമർശനമാണ്. ഈ 2 കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഹാരിസ് മദനിയുടെ പ്രസംഗത്തിലേക്ക് പോവാണ്. ഹാരിസ് മദനി വളരെ ദുഃഖിതനാണ്. പ്രശ്നം ഈ അടുത്ത് പുറത്തു വന്ന, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഷാക്കിർ ബാക്കവിയോ അങ്ങനെ പറയുന്ന ഒരാളുടെ, ഷാക്കിർ ബാക്കവിമാരും ബുഖാരിമാരും സഖാഫിമാരും കേസിൽ കുടുങ്ങുമ്പോൾ, അഹസനിമാരൊക്കെ കേസിൽ കുടുങ്ങുമ്പോൾ ഹാരിസ് മദനിക്ക് ഒരു ഹൃദയവേദന വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരൊക്കെ AP ഉസ്താദിൻ്റെ അരുമ ശിഷ്യഗണങ്ങളാണ്. അപ്പോൾ നേരിട്ട് AP ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചു എന്നുള്ളതല്ല, AP ഉസ്താദ് കെട്ടിപ്പടുത്ത സമസ്തയുടെ മുന്നണി പോരാളികളും
തേരാളികളൊക്കെ ആയിട്ടുള്ള വലിയ വലിയ മൂല്യന്മാരാണ് ഈ പറയപ്പെടുന്ന പേരുകളിലൊക്കെ കേസിൽ കുടുങ്ങി പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാരിസ് മദനിക്ക് ഒരു വേദന ഉണ്ടാവും. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഹാരിസ് മദനിയുടെ ഹൃദയം നുറുങ്ങുകയാണ്. ഈ കാണുന്ന വാർത്ത ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് പല തരത്തിലുമുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹാരിസ് മദനി ഉസ്താദിന്റെ വേദനയുടെ പല കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു വേദന എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഇസ്ലാമാണ് ശരി, ഇസ്ലാം മാത്രമാണ് ശരി, സ്വതന്ത്ര ചിന്തകർ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹാലേ വാലയെ വിളിച്ച് നടന്നിരുന്ന ആളുകളുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ കേസിൽ കുടുങ്ങി പുറത്തോട്ട് ഓരോരോ വാർത്തകൾ വരുന്നത്. ഉസ്താദിന് ഭയങ്കര വേദന, വിഷമം. എന്തൊക്കെ ആലോചിച്ചിട്ടാണ് ഉസ്താദിന് വിഷമം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് 1, 2, 3 കേസൊന്നുമല്ല, ഇതിങ്ങനെ പത്രം തുറന്നാൽ ഇത് തന്നെ കാണാനുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷമം. ഒന്ന് കേൾക്കാം. എന്ന് മാത്രമല്ല, ഈ വാർത്തയിൽ പിടികൂടപ്പെട്ടിട്ടുള്ള ഉസ്താദ് അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായും മാതൃകാപരമായി അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. കാരണം എന്തുകൊണ്ട്? ആ പണ്ഡിതന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് രക്ഷിതാക്കളുണ്ട്. അവർ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഇത്തരത്തിൽ പണ്ഡിതന്മാരുടെ അരികിലേക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി തന്റെ മക്കളെ പറഞ്ഞയക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ്. അത് പ്രത്യേകിച്ച് മൂല്യന്മാരുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, അത് നടക്കട്ടെ. പക്ഷെ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാതിരിക്കാനുള്ള സകല കളികളും ഉമ്മത്ത് കളിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ മദ്രസകളിലും പള്ളി ദർസുകളിലും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പീഡന പരമ്പരയുടെ ഉത്തരവാദി മദ്രസയിലേക്ക്, മതപാഠശാലയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുകയും അവിടത്തേക്ക് വരിസംഖ്യ കൊടുക്കുകയും ഈ മൂല്യന്മാർക്ക് കൊഴുപ്പ് കൂടാൻ ഇറച്ചിയും പത്തിരിയും വയറു നിറച്ചുണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളുടെ മാതാക്കൾ കൂടി ഉത്തരവാദികളാണ് എന്ന് പറയുന്നത് കൊണ്ട് ആ അർത്ഥത്തിലാണ് ഞാൻ ഇസ്ലാം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ് ഇതിലെ ഒന്നാം പ്രതി എന്ന് ഞാൻ പറയുന്നത്. അത് വളരെ കണിശമായിട്ട് തന്നെ പറഞ്ഞിട്ടാണ് ഇന്ന് പോവുള്ളൂ. ഇത് മുസ്ലിം വിമർശനമാണ്, ഇസ്ലാം വിമർശനമല്ല. മദ്രസകളിൽ നടക്കുന്ന പീഡനത്തിൽ ഞാൻ ഇവിടെ നടത്തുന്നത് മുസ്ലിം വിമർശനമാണ്. അതിൽ മൂല്യർക്ക് തിന്നാൻ സ്പെഷ്യൽ കോഴിക്കറിയും ഇറച്ചിയും പത്തിരിയും ഉണ്ടാക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഉമ്മമാര് തുടങ്ങി ഇതിൽ പ്രതികളാണ്. അത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നിടത്ത് ആ തെറ്റും കുറ്റവും തെളിയിക്കാൻ ആവശ്യമായ നിയമപരമായ മുന്നോട്ടു പോക്കിൽ സഹകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നിരവധി മുസ്ലിം കുട്ടികൾ, പീഡനത്തിനിരയായ കുട്ടികളും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. സമൂഹം, മതം, മതസംഘടനകൾ, മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ഉമ്മത്ത് എല്ലാവരും കൂടി ഇടപെട്ട് പരാതി കോടതിക്ക് പുറത്ത് ഉസ്താദിന് ശിക്ഷ ലഭിക്കാത്ത തരത്തിൽ, ഉസ്താദ് കുറ്റവിമുക്തനായി പുറത്തു വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാവുന്ന തരത്തിൽ ഒതുക്കി തീർക്കുന്ന, ഇവരെ അതിന് നിർബന്ധിക്കുന്ന ഗുണ്ടായിസം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് നിത്യ കാഴ്ചയാണ്. പുറത്തോട്ട് വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് നടക്കുന്ന പീഡനങ്ങളുടെ 10-1 പോലും പുറത്തറിയുന്നില്ല, കേസാവുന്നില്ല, പത്രങ്ങളിൽ വരുന്നില്ല, അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്നാൽ തന്നെ നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല. ഇത് തന്നെ ഒരു വാർത്ത വരുന്നു. ആ വാർത്ത വരുമ്പോൾ ഈ ഉസ്താദിന്റെ മറ്റൊരു പ്രസംഗത്തിന്റെ സ്ലൈഡും ഒക്കെ ആയിട്ട് ആളുകൾ അത് പ്രചരിപ്പിച്ചു. അത് മാത്രമല്ല, ഇദ്ദേഹം സ്വതന്ത്രമായി യൂട്യൂബ് ചാനലൊക്കെ നടത്തി ഹാരിസ് മദനിയെ പോലെ വലിയ വയൽ പറയുന്ന മൂല്യരാണ്. അദ്ദേഹത്തിന്റെ ഒരു വയലിന്റെ ശകലം, ഇദ്ദേഹം ഇത് ചെയ്യാനുള്ള ഇദ്ദേഹത്തിന്റെ ധൈര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ ശകലം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ കേൾപ്പിക്കുന്നുണ്ട്. ഹാരിസ് മദനി എന്തുകൊണ്ടാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിന്റെ ഈ കാര്യത്തിലുള്ള പരിഹാരങ്ങൾ ഉപേക്ഷിച്ച് ആധുനികമായ ഭൗതികമായ പരിഹാരങ്ങളിലേക്ക് ആശ്രയം തേടുന്നത് എന്നും നമുക്ക് ആ പ്രസംഗത്തിന് ശേഷം പറയാൻ പറ്റും. അപ്പൊ ഈ അർത്ഥത്തിൽ ഇതിൽ എല്ലാവരും പ്രതികളാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി ഹാരിസ് മദനി എന്തുകൊണ്ടാണ് ഹാരിസ് മദനി എന്തൊക്കെ ആലോചിച്ചിട്ടാണ് ഉസ്താദിന്റെ വേവലാതി എന്ന് കേൾക്കാം. അവർക്ക് ദീന് പഠിപ്പിക്കേണ്ട പണ്ഡിതന്മാർ തന്നെ ഇത്തരത്തിൽ തോന്നിയവാസങ്ങളും നെറികേടുകളും കാണിച്ചാൽ തീർച്ചയായും അതിനെ അനുകൂലിക്കാൻ നമുക്ക് കഴിയില്ല. എന്നു മാത്രമല്ല, അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതും ഓരോ മതവിശ്വാസിയുടെയും ബാധ്യതയുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഉസ്താദുമാരുടെ അടുത്തേക്ക് മതം പഠിപ്പിക്കാനാണല്ലോ കുട്ടികളെ പറഞ്ഞേക്കുന്നത്. എന്തിനാണ് കുട്ടികളെ മതം പഠിപ്പിക്കുന്നത്? കുട്ടികൾ ധാർമ്മിക ചിന്തയുള്ളവരായി വളരാൻ വേണ്ടിയിട്ട്. മതം പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ധാർമ്മികത ഇല്ലാതായി പോകും. അപ്പൊ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ മദ്രസയിലേക്കും പള്ളി ദർസിലേക്കും ഉസ്താദുമാരുടെ അടുത്തേക്കും പറഞ്ഞയക്കും. മതത്തിന്റെ ധാർമ്മികത പഠിപ്പിക്കൽ തന്നെയാണ് കുട്ടികളെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരകളാക്കുന്ന ഉസ്താദുമാരുടെ മുന്നിലെത്തിക്കുന്നത് എന്നുള്ളതാണ് കഥ. കാരണം ഉസ്താദ് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ, ഇസ്ലാമിന്റെ ഫിഖ്ഹ്, ഇതൊക്കെ പള്ളി ദർസിലും മദ്രസയിലെ 4ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള പാഠപുസ്തകങ്ങളിലും ഉളു മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകൾ, ഒട്ടും ശാസ്ത്രീയമല്ലാതെ തെറ്റായ പല ധാരണകളും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മദ്രസ പാഠഭാഗത്തിന്റെ ഭാഗമാണ്. ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല.
മദ്രസയിൽ പഠിച്ച കുട്ടികൾക്കറിയാം. പക്ഷെ എന്തൊക്കെയാണ് ഈ മദ്രസ പാഠങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. വുളു മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മദ്രസയിലെ പുസ്തകം മറിച്ച് വെച്ചിട്ട് ഒരു 1-2 പേജ് ഖുർആനൊക്കെ ഒന്ന് ഓതിയിട്ട് പിന്നെ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഫിഖ്, വുളു മുറിയുന്ന കാര്യങ്ങൾ മദ്രസയിൽ പോയ ഒരു കമന്റ് ബോക്സിൽ എഴുതും. ഞാനത് പറയുന്നില്ല. എത്ര വലിയ വൃത്തികേടാണ് പറയാം. അതെന്താണെന്ന് പോലും അറിയാത്ത കാലത്ത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാത്ത കാലത്ത് അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ ഉറക്കെ ചൊല്ലിപ്പഠിക്കുന്ന കുട്ടികൾ വാപ്പിയമ്മയും കോലായിൽ കുത്തിരിക്കുന്നുണ്ടാവും. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത്തരം പാഠഭാഗങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇവരുടെ കർമ്മശാസ്ത്ര വിധികൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് കാരണമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരം മതപാഠശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ നാളെ മൊലിയാരാവി വരുമ്പോൾ അവർ പള്ളി ദർസിൽ അനുഭവിച്ചതിന്റെ ഒരു തനിയാവർത്തനം ഉണ്ടാവാനുള്ള സാധ്യത, അതിന്റെ തുടർച്ച, ഇങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നത് എന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. ധാർമ്മികത കുട്ടികൾക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കാം. ധാർമ്മികത പഠിപ്പിക്കാൻ മതങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഭരണകൂടങ്ങളും ഇതിന് ഉത്തരവാദികളാണ്. എന്താണ് ധാർമ്മികത എന്നും, എന്താണ് ജനാധിപത്യമെന്നും, എന്താണ് മനുഷ്യാവകാശങ്ങളെന്നും, എന്താണ് പൗരാവകാശങ്ങളെന്നും, പൗരന്റെ കടമകളെന്നും, മറ്റൊരാളോട് നമ്മൾ കാണിക്കേണ്ട റെസ്പെക്ട് എന്താണെന്നും, മറ്റൊരാളെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ കുട്ടികൾ പഠിക്കേണ്ടത്, സാമൂഹ്യ ധാർമ്മികത കുട്ടികൾ പഠിക്കേണ്ടത് മദ്രസകളിൽ നിന്നല്ല, പള്ളികളിൽ നിന്നും, സൺഡേ സ്കൂളുകളിൽ നിന്നും, അമ്പലത്തിന്റെയും വേദപഠന ക്ലാസ്സുകളിൽ നിന്നല്ല. ഒരു രാഷ്ട്രത്തിൽ, ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ, ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ജനങ്ങൾ, അവരുടെ കുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അവർ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പുലർത്തേണ്ടുന്ന പൊതുധാർമ്മികത പഠിപ്പിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യാതെ ധാർമ്മികതയും ധർമ്മം പഠിപ്പിക്കാൻ പള്ളിനെയും അമ്പലത്തിനെയും ചർച്ചിനെയും ചുമതലപ്പെടുത്തിയ ഭരണാധികാരികളും ഈ പീഡനത്തിന് ഉത്തരവാദികളാണ്. അവർക്ക് അതിന് മാറിയേക്കാൻ കഴിയില്ല. കാരണം ധാർമ്മികത പഠിപ്പിക്കാനാണല്ലോ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കേണ്ടി വരുന്നത്. അപ്പൊ ഉസ്താദുമാര് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും, ഉസ്താദുമാര് പ്രതികളാകുന്ന കേസുകളുടെ വാർത്തകൾ നിരന്തരം വന്നിട്ടും വാപ്പാരിപ്പോഴും ഉസ്താദുമാരുടെ അടുത്ത് കുട്ടികളെ പറഞ്ഞയക്കുന്നത് ധാർമ്മികത പഠിപ്പിക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അത് വാപ്പമാര് ഒന്നുകൂടി ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ ഒറ്റപ്പെട്ടതല്ല, 1, 2, 3, 4 സംഭവങ്ങളല്ല, എത്രയെത്ര വാർത്തകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും 3 ഉസ്താദുമാരെ ഈ ഒരു കാരണത്തിന്റെ പേരിൽ പിടികൂടപ്പെട്ടിട്ടുള്ളതും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും. അത്ഭുതപ്പെടേണ്ട ഹാരിസ് മദനി, പുറത്തു വന്നതും വാർത്തയായതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുമായിട്ടുള്ള എണ്ണം ഇത്രയുണ്ടെങ്കിൽ പുറത്തു വന്നതിൽ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് എത്രയുണ്ടാവും? അത് ആലോചിച്ചാൽ മതിയല്ലോ. ഏത് പ്രശ്നത്തിലും പുറത്തു വരുന്നതും വാർത്തയാവുന്നതിന്റെയും എത്രയോ ഇരട്ടിയായിരിക്കുമല്ലോ വാസ്തവത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉസ്താദിന് ഭയങ്കര വിഷമം. എന്താണ് വിഷമം? ഉസ്താദിന്റെ വിഷമാണ് വലിയ വിഷമം. ഇങ്ങനെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ദീനിനെയും ഇതിന്റെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരെയും കൂടി സമൂഹത്തിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഉസ്താദിന് അത് വലിയ ഒരു വിഷമമാണ്. പണ്ഡിതന്മാർ പരിഹസിക്കപ്പെടുന്നു എന്നാണ്. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ. പക്ഷേ പണ്ഡിതന്മാരോട് പ്രത്യേകമായിട്ടുള്ള ബഹുമാനം ഇപ്പൊ ഏർപ്പെടുത്തിയത് കൊണ്ട് ആ പെരുമാറൽ പോലും നടക്കുന്നില്ല. പലയിടത്തും പീഡനത്തിനിരയാകുന്ന കുട്ടികളെ കേസിൽ നിന്ന് ഉസ്താദുമാരെ രക്ഷിക്കുകയും കമ്മിറ്റി ഉസ്താദിനെ ഒന്ന് കൈകാര്യം ചെയ്യുകയും 4 പെടപെടക്കുകയും ചെയ്ത് അവിടെ നിന്ന് ഉസ്താദിനെ തടി സലാമത്താക്കുന്ന പരിപാടിയും നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നം ഉമ്മത്തിന്റെ ഇസ്സത്ത്, ഉസ്താദുമാരുടെ അഭിമാനം, ഈ ദീനിന്റെ ഇസ്സത്ത്, ഇതാണ്. അല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതൊന്നും ആയിരുന്നില്ല ഇവരുടെ പ്രശ്നം ഒരു കാലം വരെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ അവിടുത്തെ മതപാഠശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നമ്മൾ ഇതേ സാമൂഹ്യ വിഷയങ്ങൾ മാത്രം സംസാരിച്ചിട്ട്, ഇസ്ലാമിനെ അല്ല, മുസ്ലിം സമുദായത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അവിടെ അവരുടെ പോരായ്മകൾ, അവിടെ ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ, പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ മതസമൂഹം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വിമർശനം ഉന്നയിച്ചപ്പോഴത്തേക്ക് ഹാലിളകി വന്ന് ഹാരിസ് മദനിക്ക് ഇപ്പോ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും പീഡനത്തിനിരയാവുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥയും ഒക്കെ ഒരു വേദനയായിട്ട് ഉസ്താദിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്, നല്ല മാറ്റമാണ്, നല്ല ചിന്തയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാകുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെല്ലാം പ്രയാസങ്ങൾ അവർ തരണം ചെയ്യണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കണം. ഒരുപക്ഷെ അവരുടെ ഭാവി ജീവിതം തന്നെ വഴികേടിലോ അല്ലെങ്കിൽ അപകടത്തിലോ ആയി പോകില്ലേ ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾ കൊണ്ട്? ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞെത്തിയല്ലോ ഹാരിസ് മദനി. നല്ല കാര്യം, നല്ല മാറ്റമാണ്, നല്ല മാറ്റമാണ്. ഈ മാറ്റം ഉണ്ടാവണം. ഈ മാറ്റം ഉണ്ടാവാനാണ് നമ്മളിങ്ങനെ പുറകെ കൂടി നിങ്ങളെ പിരികയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പറയണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളിൽ അവരേൽക്കേണ്ടി വരുന്ന ട്രോമ, അവർ കടന്നു പോകുന്ന അവസ്ഥകൾ, അവരുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കും, മാനസികാവസ്ഥ എങ്ങനെ ബാധിക്കും,
ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇതുവരെ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്കൂളിലെ മാഷന്മാർ പീഡിപ്പിക്കുന്നില്ലേ, കോളേജിലെ പ്രൊഫസർമാർ പീഡിപ്പിക്കുന്നില്ലേ, മദ്രസയിലെ പീഡനം മാത്രം എന്തിനാ നിങ്ങൾ ചർച്ചയാക്കുന്നത് എന്ന് ചോദിച്ചു വന്ന ആൾക്കാരല്ലേ ഇവര്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ അത്തരം വാദങ്ങൾ? ഇവിടെ മാത്രമല്ല, അവിടെയുണ്ട്. ഹരിഹർ നഗറിൽ ജഗദീഷ് പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല അവരൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ ആരെയും മുട്ടാറൊന്നുമില്ല എന്ന് പറഞ്ഞ അവർ സീന ഓർമ്മ വരുന്നില്ലേ? ഈ നിലപാട് പറഞ്ഞിരുന്നവർ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച്, അവരനുഭവിക്കാൻ ഇടയുള്ള ട്രോമയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. നല്ല മാറ്റമാണ്, നല്ല മാറ്റമാണ്. ഇനിയും കുറച്ചുകൂടി ചിന്തിക്കൂ ഹാരിസ് മദനി, നല്ല മാറ്റം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും മാറ്റം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾക്കെതിരെ ശക്തമായി സമൂഹം പ്രതികരിച്ചേ മതിയാകൂ. പ്രതികരിക്കുക മാത്രമല്ല, ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്കെതിരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ടതും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അങ്ങനെ ഇടപെടലുകൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ ഇല്ലായ്മ ചെയ്യാനും പൂർണ്ണമായി തടയാനും കഴിയുകയുള്ളൂ. ഉസ്താദ് പറഞ്ഞു നിർത്തി. കൃത്യം വാക്കുകളാണ്. ഹാരിസ് മദനിയോട് അനുകൂലിച്ച് മറുപടി പറയേണ്ട, സംസാരിക്കേണ്ടുന്ന അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഹാരിസ് മദനിയോട് ഒരുപാട് വിമർശനങ്ങളുണ്ട്. അദ്ദേഹം നിലപാട് പറയാൻ മടിക്കുന്ന, നുണ പറഞ്ഞവർക്ക്, ദീനിനു വേണ്ടി നുണ പറഞ്ഞവർക്ക് ഒത്താശ പാടുന്ന പല സാഹചര്യങ്ങളിലും ഹാരിസ് മദനിയായിട്ട് സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. നേർക്കുനേരിരുന്ന് മീൻസ് ക്ലബ് ഹൗസിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹാരിസ് മദനിയോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇതിനെ പൂർണ്ണമായും തടയിടേണ്ടതുണ്ട്. അതിന് മുസ്ലിം സമുദായത്തിലെ ഓരോ മനുഷ്യനും കൃത്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ ക്രിയാത്മകമായ ഇടപെടലുകൾ? അത് ഹാരിസ് മദനി പറയും. അതിനു മുൻപ് ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന കുട്ടികൾ അതേ ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ അധ്യാപകരാൽ ചൂഷണം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നതിൽ നിന്നാണ് മതപരമായ മൂല്യങ്ങളിലൂടെ ഈ പ്രശ്നത്തെ തടയാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് ഹാരിസ് മദനി എത്തിയിട്ടുള്ളത് എന്നതാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹാരിസ് മദനി മതം ഉപേക്ഷിച്ചു എന്ന് സംശയിക്കുന്നത്. ഹാരിസ് മദനി ഈ പ്രശ്നത്തിൽ മതപരമായ പരിഹാരം സാധ്യമല്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹാരിസ് മദനിക്ക് ഇപ്പം അങ്ങനെ നിലപാടെടുക്കേണ്ടി വരുന്നത്? നിങ്ങൾ ഇസ്ലാമായാൽ മതി, ഇവിടെ വ്യഭിചാരം നടക്കൂല, പലിശ നടക്കൂല, ഇവിടെ കള്ളു കുടിക്കൂല, പെണ്ണ് പിടിക്കൂല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതം വിടുന്നത്, മതം ഉപേക്ഷിച്ചാൽ ആകെ കുത്തഴിഞ്ഞു പോകും, കുത്തഴിഞ്ഞ ലൈംഗികത. എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു ഹാരിസ് മദനി നിങ്ങൾക്ക്, എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു നിങ്ങൾക്ക്. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾ മുസാഹിബിന്റെ നടുക്കത്തെ കണ്ടാവുന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അല്ലെ? അതല്ലേ നിങ്ങൾ വിചാരിച്ചത്? ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടി അയാൾ മാന്യനാകും എന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ അവകാശപ്പെട്ടു, നിങ്ങൾ വാദിച്ചു. എന്നിട്ട് ആ ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കാൻ കെട്ടിയുണ്ടാക്കിയ പള്ളിയിൽ അവിടത്തേക്ക് വരിസംഖ്യയും ആ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ഉമ്മമാര് ചെലവിന് ചോറുണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ആ ഉമ്മമാരുടെ മക്കളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത് അറസ്റ്റിലാകുന്ന മൂല്യമാരെയും വെച്ചുകൊണ്ട് മദ്രസാ സ്ഥാപനങ്ങൾ നടത്തുന്ന നെറികേട്, വൃത്തികേട്, ഗതികേട് നാട്ടുകാർ മൊത്തം പറയാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, വാർത്തകളിൽ നിറഞ്ഞു വരുന്നു. ഇനിയും നമ്മൾ മിണ്ടാണ്ടെന്നാൽ സംഗതി കൈവിട്ടു പോകും എന്ന തിരിച്ചറിവ് എന്തിന്റെ പേരിലാണെങ്കിലും ഹാരിസ് മദനി മതപരമായ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഉസ്താദിന് മനസ്സിലായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നത്തിൽ ഇടപെടുന്ന ആളുകൾക്കെതിരെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതും ചൂഷണം ചെയ്യുന്നതിൽ മതത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മതം അത് അനുവദനീയമാക്കി വെച്ചിട്ടില്ല. മതത്തിൽ അനുവദനീയമായ ഒരു തെറ്റിനെ, ഒരു തിന്മയെയാണ് നമ്മൾ മതവിമർശനത്തിലൂടെ ഉയർത്തി കാണിക്കുന്നത്. ഇപ്പൊ മുർത്തദിനെ കൊല്ലണം, അസഹിഷ്ണുത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മതത്തിന്റെ കുറ്റാണ്. അതേ സമയത്ത് ഇസ്ലാമിൽ കൃത്യമായി നിരോധനമുള്ള, കണിശമായ ശിക്ഷ ലഭിക്കുന്ന ഒരു തെറ്റായിട്ട് കൂടി അതിവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ടും ഉസ്താദുമാർ ഇത് തന്നെ ചെയ്യുന്നു. ഇത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർ ഇരകളും പഠിപ്പിക്കുന്നവർ വേട്ടക്കാരുമായി മാറുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. സ്വവർഗരതിക്കെതിരെ ശക്തമായിട്ട് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായ നിയമത്തിലൂടെയാണ് ഇതിനെ തടയാൻ ശ്രമിച്ചിട്ടുള്ളത്. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ചെയ്ത ആ വൃത്തികേട് ചെയ്യുന്നതായി കണ്ടാൽ അത് ചെയ്യുന്നവനെയും അതിനുവേണ്ടി നിന്നുകൊടുക്കുന്നവനെയും കൊന്നുകളയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് രണ്ട് വ്യക്തികൾ സ്വർഗരതിയിൽ ഏർപ്പെട്ടാൽ, പരസ്പര സമ്മതത്തോടു കൂടി സ്വർഗരതിയിൽ ഏർപ്പെട്ടാൽ രണ്ടുപേരെയും കൊന്നുകളയണം എന്ന് നിയമമുണ്ട് ഇസ്ലാമിൽ. ശരിയാണത്. സ്വർഗരതി ഇസ്ലാം അനുവദിക്കാത്തതാണ്, നിരോധിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ നിരോധനം ഉണ്ട് എന്ന്, ഇത് തെറ്റാണെന്നും ഇതിന് ശിക്ഷയുണ്ടെന്നും കുറ്റമാണെന്നും പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്ന ഉസ്താദ് അത് പഠിക്കാൻ വന്ന കുട്ടികളെ ഈ തരം വൈകൃതങ്ങൾക്ക് ഇരകളാക്കുന്നു എന്നിടത്ത് അവിടെയാണ് ഹാരിസ് മദനി മതത്തിലുള്ള പ്രതീക്ഷ കൈവിടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്നും അറിയാത്ത ചെറിയ മക്കൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ അധ്യാപകന്റെ മുന്നിലെത്തുന്നത്.
ആ അധ്യാപകൻ പഠിപ്പിക്കേണ്ടതിനു പകരം, നല്ലത് ഉപദേശിക്കേണ്ടതിനു പകരം അല്പനേരത്തെ സുഖത്തിനു വേണ്ടി ആ മക്കളെ ദുരുപയോഗം ചെയ്യുകയാണ്. അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതില്ലേ? അവരെ ന്യായീകരിക്കണോ? അവരെ നമ്മൾ പിന്തുണക്കണോ? ഒരിക്കലും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ ഇടപെടലുകൾ നമ്മൾ ഓരോരുത്തരും നടത്തിയേ മതിയാകൂ. അപ്പം ഹദീസിലും ഇസ്ലാമിന്റെ ഫിഖ്ഹിലും ഇത്തരം പീഡനങ്ങൾ നടത്തുന്നവരെ, സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവരെ കൊന്നുകളയണം എന്ന നിയമം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ക്രിയാത്മകമായിട്ട് ഇടപെടണം. മനസ്സിലായല്ലോ? ഇസ്ലാമിൽ ഇത് ചെയ്താൽ കൊല്ലും എന്ന് പഠിപ്പിക്കുന്ന നിയമം പഠിപ്പിക്കുന്ന ഉസ്താദ് പഠിക്കാൻ വന്ന കുട്ടീനെ പീഡിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള നിയമം പറഞ്ഞിട്ട് ഇതിനു മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ഇതിൽ മറികടക്കാൻ കഴിയില്ല. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ വേണം. ആ ക്രിയാത്മകമായ ഇടപെടലുകൾ എന്ന് പറയുന്നത് ഭൗതികമായ പരിഹാരമാണ്. നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിഹാരമാണ്. നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള പോംവഴിയായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശങ്ങളാണ് ഹാരിസ് മദനി ക്രിയാത്മകമായ ഇടപെടലുകളായിട്ട് ഇവിടെ ഇനി എണ്ണി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഹാരിസ് മദനി അത് പറയുന്ന ഗതികേടിലെത്തിയത് എന്ന് മനസ്സിലാവാൻ, ഇത്തരം പീഡനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന ആരോപണം നേരിടുന്ന ആളുകൾ, ഇപ്പൊ ഈ കേസിലെ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഈ ഷാക്കിർ ബാക്കവിയോ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് സ്വവർഗരതി അല്ലെങ്കിൽ ആൺകുട്ടികൾക്കെതിരെയുള്ള പീഡനം എന്നുള്ളത് മാറ്റിയിട്ട് വ്യഭിചാരവും ഇസ്ലാമിൽ കുറ്റകരമാണല്ലോ, എറിഞ്ഞു കൊല്ലൽ വരെ ലഭിക്കാവുന്ന കുറ്റമായിട്ട് ഇസ്ലാം കാണുന്നതാണ് നിയമപരമായ ഭാര്യ ഒഴികെയുള്ള സ്ത്രീകളുമായിട്ട്. അടിമ സ്ത്രീകൾ പറയുന്നുണ്ട്. അവിഹിതമായ ബന്ധം എന്ന് പറയാവുന്ന തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ഇസ്ലാമിലുണ്ട്. ആ നിയമം ഇസ്ലാമിലുണ്ടെങ്കിലും അത് ഇന്ത്യയിലില്ലല്ലോ, കേരളത്തിലില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഷാക്കിർ ബാക്കവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കേട്ടോളി. ഇന്ത്യയിലെ ശരീഅത്തിന്റെ നിയമമില്ലല്ലോ. ഒരാള് വ്യഭിചാരത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവൻ അതിൽ ഏർപ്പെട്ടുപോയി. ജീവിത സാഹചര്യങ്ങൾ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചു കളഞ്ഞു. ഇന്ന് പിന്നെ എറിഞ്ഞു കൊല്ലലില്ല, ഇന്ന് പിന്നെ തലവെട്ടലില്ല, ഇന്ന് പിന്നെ 100 അടി അടിക്കലില്ല. ഇങ്ങനൊക്കെ ആയാലല്ലേ അവനുള്ള ഹദ്ദ് പൂർത്തിയാവുകയുള്ളൂ. അതാണ് മനസ്സിലായോ? അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മികതയും ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യവും വെച്ച് നടക്കണമെങ്കിൽ, വല്ലതൊക്കെ നടക്കണമെങ്കിൽ എറിഞ്ഞു കൊല്ലലില്ല, ഇന്ത്യയിൽ ഹദ്ദില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, കേട്ടോളി. വിവാഹത്തിന് ശേഷമാണ് നടക്കുന്നതെങ്കിൽ ആ പെണ്ണിനെയും ആണിനെയും എറിഞ്ഞു കൊല്ലണമെന്നല്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ ഇപ്പത്തെ സാഹചര്യത്തിൽ എന്തു ചെയ്യോ? എറിഞ്ഞു കൊല്ലണം. അതും ഈ നാട്ടിൽ പറ്റൂല. അതും പറ്റൂല. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയും പുരുഷനും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ എറിഞ്ഞു കൊല്ലണം ഇസ്ലാമിന്റെ നിയമല്ലേ? അതും ഈ നാട്ടിൽ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. എന്താണ് ഉസ്താദിന്റെ ധൈര്യം? നിങ്ങൾ കേട്ടോളി. അല്ലെങ്കിലും എന്റെ ഉമ്മമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ എറിഞ്ഞു കൊല്ലലും അടിക്കലും നാട്ടുകാരല്ല. അതിന് ഭരണാധികാരിയുടെ അടുക്കൽ വിഷയം സ്ഥിരപ്പെടണം, ഭരണാധികാരിയുടെ അടുക്കൽ കാര്യം ബോധ്യപ്പെടണോ, ചെയ്തവരൊന്നിരിക്കൽ അത് സമ്മതിക്കണോ, അല്ലെങ്കിൽ 4 സാക്ഷികളെ കൊണ്ട് അത് സ്ഥിരപ്പെടണോ. അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഭരണാധികാരിയായ ഇസ്ലാമിക ഭരണാധികാരി അദ്ദേഹമാണ് ഇത് കൽപ്പിക്കേണ്ടത്, അദ്ദേഹമാണ് ഇത് നിറവേറ്റേണ്ടത് എന്നല്ലാതെ നാട്ടുകാരും മൊത്തം അടിച്ചു വീസാകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിനില്ല. അതാണ് ഉസ്താദിന്റെ ധൈര്യം. മനസ്സിലായോ? അങ്ങനെ ഇസ്ലാമിൽ പല നിയമമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നടക്കുവോ? കേരളത്തിൽ നടക്കുവോ? നടക്കൂല. ഇനി ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് എന്ന് വിചാരിച്ചിട്ട് കണ്ണി കണ്ട മൗലവിമാർക്കും പള്ളി കമ്മിറ്റിക്കാർക്കും കുട്ടികളെ രക്ഷിതാക്കൾക്കും കയറി തല്ലാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള നിയമം കൊണ്ട് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം. അവിടെ ഭരണം മാത്രം പോരാ, ഇസ്ലാമിക നിയമം ഉണ്ടായിട്ടും കാര്യമില്ല. ഒന്നുകിൽ ഈ ചെയ്ത ആള്, ഇപ്പൊ ഷാക്കിർ ബാക്കവി സമ്മതിക്കണം. അപ്പൊ ഇത് ഒരു ഇസ്ലാമിക ഭരണ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് വിചാരിക്കാം. ഷാക്കിർ ബാക്കവി സമ്മതിക്കണം, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തെറ്റേറ്റ് പറയണം. അല്ലെങ്കിൽ 4 സാക്ഷികൾ വേണം. 4 സാക്ഷികൾ വേണം. അത് പുരുഷന്മാരായിട്ടുള്ള സാക്ഷികളായിരിക്കണം. ആ സാക്ഷികൾ ഈ കാഴ്ച കൃത്യമായി കണ്ണിൽ കണ്ടിരിക്കണം. അതിന്റെ അളവൊക്കെ, നീളവും വലിപ്പൊക്കെ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. ഒന്നും എനിക്ക് ഇവിടെ പറയാൻ പറ്റൂലാത്തതുകൊണ്ടാണ്. അങ്ങനെ കാണണം. അതാണ് ഉസ്താദുമാരുടെ ധൈര്യം. ഇപ്പൊ മനസ്സിലായോ? ഹാരിസ് മദനിക്ക് മതത്തിന്റെ നിയമം ഉപയോഗിച്ച് നബി കൊല്ലണം എന്ന് പറഞ്ഞു എന്നതുകൊണ്ടൊന്നും ഈ ഉസ്താദുമാരെ നിലക്ക് നിർത്താൻ പറ്റൂല. അവിടെ നമ്മൾ ഓരോ മുസ്ലിമും ക്രിയാത്മകമായി ഇടപെടണം എന്ന് ഹാരിസ് മദനിക്ക് ഇപ്പൊ തിരിച്ചറിവ് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായവരത് കമന്റ് ബോക്സിൽ എഴുതും. ഏതായാലും ഇന്ത്യയിൽ ഒരാൾക്ക് വ്യഭിചാരം വന്നുപോയാൽ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ, ഇസ്ലാമിക രാഷ്ട്രമല്ല യഥാർത്ഥത്തിന്റെ പേരിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഹദ് എന്ത് ചെയ്യാനാണ് എന്നൊരു വിനീതന്റെ അപേക്ഷയാണ്, ഒരു ചോദ്യമാണ്. അപ്പോൾ ഏതോ ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദ്, ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ നിയമമുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഉസ്താദുമാർ പലരും ഇങ്ങനെ കേസുകളിൽ പ്രതികളാവുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉസ്താദേ? ഇസ്ലാമിൽ ഇങ്ങനെ നിയമമുണ്ട്, പക്ഷെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂലല്ലോ ഉസ്താദേ എന്ന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇത്തരം കേസുകളിൽ അകപ്പെടുന്നവർ, ഇത്തരം തെറ്റ് ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന
ശിക്ഷ ലഭിക്കുന്ന കുറ്റം ചെയ്തവർക്ക് ഇന്ത്യയിലും കേരളത്തിലും അവരത്തരം കുറ്റകൃത്യങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, അവർ ചെയ്യേണ്ടത്, ഈ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന്, മീൻസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഉസ്താദ് പറയുന്നുണ്ട്. കേട്ടോളി. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെ ആർക്കെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ യജമാനനായ റബ്ബിലേക്ക് മടങ്ങലാണ് അതിന്റെ പരിഹാരം. അള്ളാഹുവിലേക്ക് കരഞ്ഞു പറയുക, റബ്ബിലേക്ക് സങ്കടപ്പെട്ട് പറയുക, റബ്ബിലേക്ക് വിഷമങ്ങൾ പറയുക, അള്ളാഹുവിന്റെ മുന്നിൽ പോയി എല്ലാ വിഷയങ്ങളും തുറന്ന് യജമാനനായ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക. ഇതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം ശനിയാഴ്ച രാവിലെ മദ്രസ അല്ലെങ്കിൽ പള്ളി ദർസ അങ്ങോട്ട് തുടങ്ങിയാൽ വ്യാഴാഴ്ച വൈകുന്നേരം ഒരാഴ്ചത്തെ കലാപരിപാടികളും മദ്രസ പഠിപ്പിക്കലും ഇതുപോലെയുള്ള കുട്ടികളെ ചൂഷണം ചെയ്യലും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി, വെള്ളിയാഴ്ച മദ്രസ അവധിയാണല്ലോ, അവിടെ പോയി നിസ്കരിച്ച് വേണമെങ്കിൽ സുബഹിക്ക് നേരത്തെയാണ് പോയിട്ട് പൊട്ടിക്കരയ, ഉസ്താദേ ഞാൻ ഞാൻ തെറ്റ് ചെയ്തു പോയി, അല്ലാ പുറത്തു തരണേ നാദാ എന്ന് കരഞ്ഞ് പറഞ്ഞ് തൗബ ചെയ്ത് റബ്ബിലേക്കാണ് മടങ്ങുക. എന്നിട്ട് ജുമ കഴിഞ്ഞ് വീട്ടിൽ പോയി തേങ്ങാച്ചോറും ബീഫും കഴിച്ച് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി അസറും നിസ്കരിച്ച് മഗ്‌രിബ് ഇശാഉം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മദ്രസയ്ക്ക് പോവുക. വീണ്ടും ഇതേ റൊട്ടി. ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഉസ്താദ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടാൽ ഉസ്താദിനാകെ ചെയ്യാൻ പറ്റിയ ഇതാണ് എന്ന് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ ഉസ്താദാണ് ഇപ്പം പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആ ഇസ്ലാമിലുള്ള നിയമവും ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന നിയമവും ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകൾ ഇവിടെ വയലു പറഞ്ഞ നിയമവും ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യവും വെച്ചുകൊണ്ട് മുസ്ലിം കുട്ടികൾ നേരിടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ മതം ഉപേക്ഷിച്ച്, മതത്തിന്റെ നിയമങ്ങൾ ഉപേക്ഷിച്ച്, മതത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ച്, മതത്തെക്കുറിച്ച് ഇവർക്കുണ്ടായിരുന്ന അവകാശവാദങ്ങൾ അഴിച്ചുവെച്ച് കാലങ്ങളായിട്ട് എന്നെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൗതികമായ പരിഹാരത്തില് ശ്രമിക്കണം എന്ന് ഹാരിസ് മദനിയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞു. ഇതാണ് വിമർശനം കൊണ്ടുള്ള ഗുണം. അത് ഹാരിസ് മദനി പറയട്ടെ. ക്രിയാത്മകമായ ഇടപെടൽ ഓരോ മുസ്ലിമിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഹാരിസ് മദനി പറയുമ്പോൾ അത് എന്തൊക്കെ ആയിരിക്കണം, എന്തൊക്കെ ചെയ്യണം ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, ഉസ്താദ് പറയട്ടെ. എങ്ങനെ നമ്മൾ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണം? ഉസ്താദുമാരാണെങ്കിൽ മദ്രസകൾക്ക് ഓരോ വിദ്യാഭ്യാസ ബോർഡുകളുണ്ട്. ആ വിദ്യാഭ്യാസ ബോർഡുകളുടെ കീഴിൽ ഓരോ സ്ഥലങ്ങളിലും റേഞ്ചുകളുണ്ട്. ആ റേഞ്ചുകൾക്ക് മീറ്റിംഗ് മാസത്തിൽ ഒരിക്കലെങ്കിലും വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചു ചേർക്കപ്പെടുന്ന റേഞ്ച് മീറ്റിംഗുകളിൽ വളരെ കൃത്യമായ ബോധവൽക്കരണം അധ്യാപകർക്ക് നൽകണം. ഒന്നാമത്തെ കാര്യം, അധ്യാപകരെ വിളിച്ചിരുത്തി ബോധവൽക്കരണം നടത്തുക. എന്തൊക്കെയാണത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും മുഹമ്മദ് നബിയുടെ ഹദീസും ഖുർആനിന്റെ നിയമവും അല്ലെ ഇസ്ലാമിന്റെ നിയമവും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കലാണ് എന്ന്. നരകത്തിൽ പോയി കിടക്കേണ്ടി വരും, അള്ളാഹ് ഹറാമാക്കിയതല്ലേ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവരെ പേടിപ്പിക്കണം. മതമല്ല ഉസ്താദുമാരെ ബോധവൽക്കരിക്കേണ്ടത്. എന്താണ് ഉസ്താദുമാരെ ബോധവൽക്കരിക്കേണ്ടത്? ഹാരിസ് മദനി പറഞ്ഞുതരും. കുട്ടികളോട് ഇടപെടുന്നതിനെ കുറിച്ച്, കുട്ടികളെ ശാസിക്കുന്നതിനെ കുറിച്ച്, അവരെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച്, അവരെ ലാളിക്കുന്നതിനെ കുറിച്ച്, അവരുമായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉസ്താദുമാരെ ബോധവൽക്കരണം നടത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, തുടരുത്, പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബോധവൽക്കരണം നടത്തണം. ഇതൊക്കെ ഹറാമാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്, ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്, ഇതിനൊക്കെ നബി ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെ ഹദ്ദുണ്ട്, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും, അത്രയും വലിയ തെറ്റാണ്, നാളെ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ്? അല്ല. ഇത്തരം കേസുകളിൽ അകപ്പെട്ടാൽ പോക്സോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ജയിലിൽ പോയി കിടന്നാൽ നിങ്ങളെ അവസ്ഥകൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഫോട്ടോ പത്രത്തിൽ വരും, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദുമാരെ ബോധവൽക്കരിക്കണം. ഞാൻ തമാശ പറയല്ല, നിങ്ങൾ കേട്ടോ. അത് നിയമപരമായി കേസാവുകയാണെങ്കിൽ പോക്സോ വകുപ്പാണ്. പോക്സോ വകുപ്പിന്റെ ഗൗരവത്തെക്കുറിച്ച്, ജയിലിൽ പോകേണ്ട സാഹചര്യത്തെക്കുറിച്ച്, നാട്ടിലുണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ച്, സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടിനെ കുറിച്ച്, ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന മെന്റൽ ട്രോമയെക്കുറിച്ച്, ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ദാരുണമായ മാനസിക അവസ്ഥയെക്കുറിച്ച്, ഇതൊക്കെ കുറിച്ച് ഉസ്താദുമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക, ബോധവൽക്കരണം നടത്താം. ഇത്രയും നേരം ഹാരിസ് മദനി പറഞ്ഞതിൽ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ പൊടിയെങ്കിലും നിങ്ങൾ കണ്ടോ? ഇസ്ലാമിന്റെ എന്തെങ്കിലും കണ്ടോ? ഈ ബോധവൽക്കരണത്തിൽ ഇസ്ലാമിന്റെ ഹദീസ് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഖുർആൻ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഫിഖ്ഹിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെ നിങ്ങൾ റേഞ്ച് മീറ്റിങ്ങുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാ റേഞ്ച് മീറ്റിങ്ങുകളിലും, മാസത്തിലൊരിക്കൽ നടക്കുന്ന റേഞ്ച് മീറ്റിങ്ങുകളിൽ ഉസ്താദുമാർക്ക് പോക്സോ കേസിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്, അതിലകപ്പെട്ടാൽ ഉണ്ടാവുന്ന നാണക്കേടുകളെ കുറിച്ച്, പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ അതിന്റെ വലിപ്പത്തെക്കുറിച്ച്, അത് മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കുന്ന ഇസ്സത്തിന്റെ കുറച്ചിലിനെ കുറിച്ച്, തള്ളിമറിച്ചതിലുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ച് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുക്കണം പോലും. പൊന്നാരന്റെ മദനിയെ നിങ്ങളെ സമ്മതിച്ച്. ഇവിടെയും പ്രശ്നമുണ്ട് ഹാരിസ് മദനി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയം, ശിക്ഷകളെ കുറിച്ച് ഭയപ്പെടുത്തിയിട്ട്? നരകത്തെ പേടിയില്ലാത്തവർക്ക്, അള്ളാഹിനെ പേടിയില്ലാത്തവർക്കാണ് നിങ്ങൾ പോക്സോ കേസ് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണം ഉസ്താദുമാരനെ? അത് ഓൽക്ക് ഈമാൻ ഇല്ലാത്തവരാണോ? ഈമാൻ ഇല്ലാത്ത മുനാഫിക്കുകളായ വിശ്വാസമില്ലാത്ത മദ്രസ ഉസ്താദുമാരും വെച്ചിട്ടാണോ നിങ്ങൾ മദ്രസ നടത്തുന്നത്?
അതാണല്ലോ ഇപ്പൊ നിങ്ങൾ വേറൊരു അവകാശവാദം. ഇതാണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം. ഒരു പ്രശ്നത്തെ, ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് ആ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് പേടിപ്പിച്ചിട്ടോ അല്ല. ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ പോക്സോ കേസ് പറഞ്ഞാൽ പേടിപ്പിക്കലല്ല. നിങ്ങൾ എന്ത് ബോധവൽക്കരണത്തെ കുറിച്ചാണ് പറയുന്നത്? മനുഷ്യനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, മാനവികതയെക്കുറിച്ച്, മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ട റെസ്പെക്റ്റിനെ കുറിച്ച്, ബഹുമാനത്തെക്കുറിച്ച്, ഓരോ മനുഷ്യന്റെയും അവകാശങ്ങളെക്കുറിച്ച്, അവരുടെ പ്രൈവസിയെക്കുറിച്ച്, അതിനെ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ച് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോക്ക്. അല്ലാതെ ഉസ്താദുമാരെ വിളിച്ചിട്ട് നിങ്ങൾ പോസ്കോ കേസിൽ പെട്ടാൽ നാണക്കേടാകും, പിന്നെ പത്രത്തിൽ പേപ്പറിൽ ഫോട്ടോ വന്നാൽ നിങ്ങളെ വീട്ടുകാർക്ക് നാണക്കേടാവില്ലേ? ഇതെന്ത് ബോധവൽക്കരണമാണ് ഹാരിസ് മദനി? പോട്ടെങ്കിൽ അതെങ്കിൽ ഇതൊന്നും ചെയ്തു നോക്കട്ടെ. പക്ഷെ അത് മാത്രം ചെയ്താൽ പോരാ. കുട്ടികളെ ബോധവൽക്കരിക്കണം, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം. ഹാരിസ് മദനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ ഉസ്താദിന്റെ കുടുംബക്കാർ അനുഭവിക്കേണ്ടി വരുന്ന വളരെ പ്രയാസകരമായ നിമിഷങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയും കൃത്യമായ ബോധവൽക്കരണം ഓരോ റേഞ്ച് മീറ്റിങ്ങുകളിലും കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതെ, എല്ലാ റേഞ്ച് മീറ്റിങ്ങുകളിലും മദ്രസകളിൽ പീഡനം നടക്കാതിരിക്കാൻ ഉസ്താദുമാരെ ബോധവൽക്കരണം നടത്തുക, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. അടുത്തത്, അതേപോലെ തന്നെ മദ്രസ മാനേജിംഗ് കമ്മിറ്റി ആണെങ്കിൽ അവരുടെ മദ്രസകളിൽ വളരെ നിർബന്ധമായിട്ടും CCTV ക്യാമറകൾ വെക്കേണ്ടതും അനിവാര്യമായി വന്നിരിക്കുകയാണ്. കൈയടിച്ച് പാസ്സാക്കണം. നമ്മൾ ഹാരിസ് മദനിനെ നമ്മൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണം. എല്ലാ മദ്രസകളിലും കുട്ടികളും ഉസ്താദുമാരും ഇടപഴകാൻ സാധ്യതയുള്ള സകലയിടത്തും CCTV ക്യാമറകൾ വെക്കണം, നിർബന്ധമായിട്ടും വെക്കണം. പള്ളി ദർസുകളുടെ തട്ടും പുറത്തും വെക്കണം. എന്താ പറ്റൂലേ? വലിയ പള്ളിന്റെ മച്ചിന്റെ മുകളില് CCTV വെക്കണം. ഹാരിസ് മദനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങള് CCTV വെക്കണം. അള്ളാനെ പേടിയില്ലെങ്കിലും CCTVനെ പേടിയുണ്ടാവും. അത് ഏത് മുന്തിയ ഉസ്താദാണെങ്കിലും. ഹാരിസ് മദനിയുടെ ഈ അഭിപ്രായത്തിന് 100-ൽ 100 മാർക്ക്. കൈയടിച്ച് പാസ്സാക്കുക എല്ലാവരും. ഹാരിസ് മദനിലേക്ക് പൂർണ്ണ പിന്തുണയാണ് ഈ വിഷയത്തിൽ. CCTV വെക്കണം. കുട്ടികൾ ഉസ്താദും ഇടപഴകാൻ സാധ്യതയുള്ള സകല ഇടങ്ങളും അതിന്റെ ഓരോ മുക്കും മൂലയും പതിയുന്ന തരത്തിൽ കൃത്യമായ CCTV സർവൈലൻസിൽ കാര്യങ്ങൾ പഠിപ്പിക്കണം. തീർന്നിട്ടില്ല, ഇനിയുണ്ട് സജഷൻസ്. അതേപോലെ തന്നെ രക്ഷിതാക്കളും മക്കളോട് കൃത്യമായി ബോധവൽക്കരണം നടത്തണം. അധ്യാപകരുടെ അടുത്തു നിൽക്കുമ്പോൾ അവരിൽ നിന്ന് മോശമായ ഏതെങ്കിലും തരത്തിലുള്ള തൊടലോ തോണ്ടലോ തട്ടലോ മുട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അകലം പാലിക്കണം. രക്ഷിതാക്കളായ ഞങ്ങളോടത് തുറന്നു പറയണം. ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു മക്കൾക്ക് ബോധവൽക്കരണം നൽകുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും വേണം. രണ്ടാമത്തെ പോയിന്റ് പൂർണ്ണമായും ശരിയാണ്. അവരെ കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കണം. അവർക്ക് മാനസികമായോ ശാരീരികമായോ ലൈംഗിക പീഡനം മാത്രമല്ലല്ലോ പീഡനം, അതല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടോ, അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, കൃത്യമായി നിരീക്ഷണം വേണം. കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് പറയാനും അത് പരിഹരിക്കാനുള്ള സംവിധാനം വേണം. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? കുട്ടി വന്ന് ഉസ്താദ് തല്ലി, ഉസ്താദ് നുള്ളി, മുറിയാക്കി എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് നുള്ളിയ ഭാഗമല്ലേ സ്വർഗത്ത് പോയിക്കോളും, ഉസ്താദ് തല്ലിയ ഭാഗമല്ലേ സ്വർഗത്ത് പോയിക്കോളും എന്ന് പറയുന്ന ഉമ്മമാരുള്ള കാലം. കുട്ടിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച ഉസ്താദിനെ മോന്തക്ക് 2 എണ്ണം കൊടുത്തിട്ട് അവിടുന്ന് തൽക്കാലം ആ മദ്രസയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമുള്ള മദ്രസയിലേക്ക് സ്ഥലം മാറ്റുന്ന, പുറത്തറിഞ്ഞാൽ കേസാക്കിയാലും കുട്ടിക്കും നാണക്കേടാണ്, വീട്ടുകാർക്കും നാണക്കേടാണ്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഉമ്മത്തിന് നാണക്കേടല്ലേ, മതത്തിന് ചീത്തപ്പേരല്ലേ എന്ന് പറയുന്ന സമൂഹം, അതിന് മാറ്റം വരണം. കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും കുട്ടികൾ ഇത്തരം ചൂഷണങ്ങൾക്ക് അവിടെ ഇരകളാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള ജാഗ്രതാ പരിപാടികൾ ഉണ്ടാക്കണം. CCTV വെക്കണം, കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഹാരിസ് മദനി. നിങ്ങൾക്ക് ഇപ്പൊ വെളിച്ചം കയറിയതാ, എന്തായാലും നല്ല കാര്യം നടക്കട്ടെ. അടുത്തത്, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങളെ ഗണ്യമായി നമുക്ക് കുറക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. ഇതിനെയാണ് സുഹൃത്തുക്കളെ വെളിവുണ്ടാവുക എന്ന് പറയാം. ഇത് ചെയ്യണം, ഇത് ചെയ്തേ പറ്റൂ, ഇത് മാത്രമേ പരിഹാരമുള്ളൂ. ഹാരിസ് മദനി ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഹാരിസ് മദനി വിട്ടുപോയ കാര്യം നിങ്ങൾ പറ. എന്താണ് ഇവരുടെ അവകാശവാദം? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള രക്ഷയും ശിക്ഷയും ആണ് മനുഷ്യന്റെ ധാർമ്മികതയെ ഉദ്ദീപിപ്പിക്കുന്നത് എന്ന അവകാശവാദത്തിന്റെ കടക്കൽ കത്തിവെച്ച് കളഞ്ഞു ഹാരിസ് മദനി. മരിച്ചു ചെന്നിട്ട് കിട്ടാൻ പോകുന്ന സ്വർഗം പറഞ്ഞിട്ട് നന്മ ചെയ്യാനും അവിടെ ചെന്ന് അനുഭവിക്കേണ്ടി വരുന്ന നരകശിക്ഷയോർത്ത് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും മനുഷ്യൻ കഴിയില്ല. അതല്ല പരിഹാരം. 2 തരത്തിലാണ്. ഒന്ന്, ഇവിടെ തെറ്റ് ചെയ്താൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിനുള്ള ശിക്ഷ ഇവിടെ വാങ്ങിക്കൊടുക്കുക. അതിനൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സൂചിനെ പേടിക്കും, അടുത്ത കൊല്ലം വരാൻ പോകുന്ന ചന്തിയിലെ ഇഞ്ചക്ഷനേക്കാളും പേടി ഉണ്ടായിരിക്കും ഇപ്പൊ കിട്ടാൻ പോകുന്ന കൈക്കുള്ള ഇഞ്ചക്ഷൻ. അത്ര ആലോചിച്ചാൽ മതി. അതുകൊണ്ട് മരിച്ചു ചെന്നിട്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആളുകളെ ധർമ്മചിന്തയിലാക്കാമെന്നും പേടിപ്പിക്കാമെന്നും വരുതിയിലാക്കാമെന്നുള്ള ഇസ്ലാമിന്റെ അവകാശവാദം ഹാരിസ് മദനി കൈവിട്ടിരിക്കുന്നു. പരിഹാരമായിട്ട് ഖുർആനും ഹദീസും അതിലുള്ള ധാർമ്മികതയും ഇസ്ലാമിന്റെ നിയമവും ശരീഅത്തും പഠിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരിച്ച് മതം കൊണ്ട് പരിവർത്തിപ്പിച്ചെടുക്കാം എന്ന പ്രതീക്ഷയും ഹാരിസ് മദനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാം കാണുന്ന അള്ളാഹുവും എഴുതാൻ വലത്തും ഇടത്തും കയറിയിരിക്കുന്ന മലക്കുകളിലുമുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെ മറന്ന് CCTV ആശ്രയം പ്രാപിക്കുകയാണ് ഹാരിസ് മദനി.
കുറച്ച് വേദനയോടെയാണെങ്കിലും ഹാരിസ് മദനി കാര്യങ്ങൾ തിരിച്ചറിയുന്നു, വെളിവ് വരുന്നു. നല്ല കാര്യമല്ലേ? നല്ല കാര്യം. ഹാരിസ് മദനി ഇനി അത് സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലേലും ശരി, സംഗതി ഇതാണ് കാര്യം. മദ്രസയിലെ പീഡനം നിൽക്കണോ, ഹദീസിലെ തലവെട്ട് ഹദീസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാണ് പറഞ്ഞു വന്നത്. ഈ വിഷയം ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രശ്നം സാമൂഹ്യ പ്രശ്നമാണ്. മദ്രസയിൽ മുസ്ലിം കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം മാത്രമല്ലല്ലോ ഇത്, അതവിടെ കൂടുതലാണ്. അതിന്റെ കാരണം ഭരണപരമായ, ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെയുള്ള, സ്കൂളിലും മറ്റു പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിയിടങ്ങളിലൊക്കെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷെ അതിനൊക്കെ തടയിടാനുള്ള നിയമങ്ങളും അതിനുള്ള സംവിധാനങ്ങളെങ്കിലും ഉണ്ട്. അതിനൊക്കെ ലൂപ്പ് ഹോളിലൂടെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ നാടിൻ്റെ പൊതു നിയമങ്ങളും പൊതു സംവിധാനങ്ങളും പ്രവേശനം നിരോധിച്ച ഒരു പ്രത്യേക മേഖലയായിട്ടാണ്, സ്പെഷ്യൽ സോണുകളായിട്ടാണ് പലപ്പോഴും മതപാഠശാലകൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് നാട്ടിലെ നിയമങ്ങൾ ബാധകമല്ല. നോക്കൂ, തിരുവനന്തപുരത്ത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സ്ഥാപനത്തിന് പഞ്ചായത്ത് ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികളെ വരെ താമസിപ്പിച്ച് പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിന് പഞ്ചായത്ത് ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയെന്ന് മനസ്സിലാക്കണം. അത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം പാഠശാലകൾ നടത്തുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വവും അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയും മുൻനിർത്തി ആ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും അതിന് കൃത്യമായ രജിസ്ട്രേഷനും അനുമതിയും ഒക്കെ കൊടുക്കാനുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളും പരിശോധനകളും വേണം. അതിന് മുസ്ലിം സമുദായം മുൻകൈ എടുക്കണം. ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന സിലബസുകളിൽ വരെ പരിശോധന ആവശ്യമാണ്. ഈ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ മാത്രം പോരാ, ഇവരെന്താണ് പഠിപ്പിക്കുന്നത്, ഇവരുടെ സിലബസുകൾ കൃത്യമായിട്ട് ഗവൺമെന്റിന് അറിവുണ്ടായിരിക്കണം. ഇവിടുത്തെ നിയമപാലകർക്ക് അത് നിയമവിധേയമാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് പറയുമ്പോഴത്തേക്ക് ഹാലിളകി വരും. ഇതേ ഹാരിസ് മദനി മദ്രസകളിൽ എന്തെങ്കിലും നിയമപരമായ പരിരക്ഷ, കുട്ടികളുടെ ഈ സുരക്ഷ മുൻനിർത്തി കൊണ്ടുവരാൻ വേണ്ടി വല്ല നിയമവും ഗവൺമെന്റ് ആലോചിച്ചാൽ വാളെടുത്ത് വരും. അതെന്താ ഞങ്ങളെ മതത്തിന് മാത്രം, അതെന്താ ഞങ്ങളെ മദ്രസയിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാരിസ് മദനി അള്ളാഹുവിൽ നിന്നുള്ള അള്ള കൂട്ടിയാൽ കൂടൂല എന്നും CCTV ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നും എത്തിയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ചിട്ടാണ്, ഇത്രയും കേട്ടതിൽ നിന്നാണ് ഹാരിസ് മദനി ഈ വിഷയത്തിൽ മതം ഉപേക്ഷിച്ചോ എന്നെനിക്ക് സംശയം തോന്നിയത്. ആ സംശയത്തിൽ അർത്ഥമുണ്ട്, കാമ്പുണ്ട്. അതേ സംശയം നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതും.